ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ലൊരു അടിപൊളി സ്നോഫോളൊക്കെ കഴിഞ്ഞ് പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുമ്പോഴേക്കും നമ്മളുടെ ജൂലിയൻ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങളെന്ന് പറയുന്നത് അൽമർസാൻ ഗോർജ്, ഫസ്റ്റ് പ്രസിഡൻസ് പാർക്ക്, പിന്നെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്ലേസുകളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം നല്ല സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വേറൊരു കാഴ്ചയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഉണ്ടായ ഒരു കാഴ്ചയല്ല. ആ സ്നോയോട് കൂടിയിട്ടുള്ള റോഡരികും ചെടികളും മരങ്ങളും എല്ലാം തന്നെ, ഈവൻ വണ്ടികളിൽ പോലും ആ സ്നോ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ ഒരു രസം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ അൽമർസാൻ ഗോർജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ അൽമർസാൻ ഗോർജിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു കാഴ്ചകളുടെ ആ ഒരു കളറ് പോലും മാറി തുടങ്ങി. അത്രയും വൈറ്റും അതിനിടെ കൂടെ ഒരു നീല കളറോട് കൂടിയിട്ടുള്ള അത്രയും ഭംഗിയുള്ളൊരു വ്യൂ ആണ്. എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് എങ്ങനെയാണ് വേർഡ്സ് കൂടെ ഞാൻ പറഞ്ഞ് അറിയിക്കുകയെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം ആ ഒരു കാഴ്ചകൾക്ക് എത്രത്തോളം ഭംഗിയുണ്ട്. നമ്മളുടെ പ്രകൃതി എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഓരോ വേറിട്ട കാഴ്ചകളും അതിൻ്റേതായ ഭംഗി തന്നെയാണ് പ്രകൃതിക്കുള്ളത്. ഇവിടെ വന്നപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്, അൽമറ്റിയിൽ വന്നപ്പോൾ നമ്മൾ മുന്നേ പോയ കൺട്രീസിലെല്ലാം നമ്മൾ പല രീതിയിലുള്ള, അതായത് എല്ലാ ടൈപ്പ് സംഭവങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ആർക്കിടെക്ചർ ആണെങ്കിലും അവിടുത്തെ മൊണാസ്ട്രീസ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൂടുതലും നേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. അതായത് മൗണ്ടെയ്ൻസും ലേക്സും കൂടുതൽ നമ്മൾ നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ അൽമറസാൻ ഗോർജിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇൻട്രോനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മൾ അത്രയും അടിപൊളി സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് വെച്ചാൽ അൽമർസാൻ ഗോർജ് എന്നാണ് പേര്. നല്ലൊരു അടിപൊളി സ്ഥലമാണ് അൽമർസാൻ ഗോർജ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു സീസണായിട്ട് ഫുള്ള് ട്രീസും എല്ലാം മഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ചെറിയൊരു അരുവി, ഇറ്റ്സ് അമേസിങ്. ഒന്നും പറയാനില്ല. ശബ്ദം എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല, എപ്പോഴും പറയുന്ന പോലെ. നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാം ഇതിൻ്റെ കൂടെ. അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അൽമർസാൻ ഗോർജിൻ്റെ ടോപ്പിലേക്കാണ്. അവിടെ നമുക്ക് പോയ നല്ല വ്യൂ പോയിൻറ്റ്സ് എല്ലാം ഉണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകതയായ ഒരു ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് പോവാന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ ബൂട്ട് അല്ലെങ്കിൽ നമ്മുടെ സാധാ ഇതിട്ടിട്ട് പോകുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലിയാൻ പ്രത്യേകമായിട്ടുള്ള ഈ സ്നോ കൂടെ ഹൈക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്പൈസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈക്ക് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഈ സ്നോ കൂടെ പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് സ്ലിപ്പാവാനുള്ള ഒരു 99% ചാൻസസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഒരുപാട് പേര് അങ്ങനെ സ്ലിപ്പ് ആവുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ മുള്ള് പോലെ ഉണ്ടാവുക. നമുക്കപ്പോൾ അത്രയും നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെയർ ചെയ്യണത്. അപ്പോൾ ഇതല്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക്കിയാണ്. ഇത് ഇട്ടാലും നമുക്ക് ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. ലൈക്ക് നമ്മളിപ്പോൾ പാറയുടെ മുകളിൽ അങ്ങനത്തെ ഹാർഡായിട്ടുള്ളതിൻ്റെ മുകളിലൊക്കെ ചവിട്ടുമ്പോൾ ഇത് പൊട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാ സ്പൈക്സൊക്കെ വെയർ ചെയ്ത് നമ്മൾ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ടൈം എടുക്കും ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ. മെല്ലെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു സ്നോ കൂടി ആകുമ്പോൾ അത്യാവശ്യം നമ്മൾ നോക്കിയും കണ്ടും വേണം പോവാൻ. ഇനി നമുക്ക് ഈ അൽമർസാൻ ഗോർജിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ, ഈ ഗോർജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അൽമറ്റിയിലെ സൗത്ത് വെസ്റ്റിലാണ്. സെയിലേസ്ഗി അലാത്താവ് മൗണ്ടൻ്റെ നോർത്തേൺ സ്ലോപ്പാണ് ഈ അൽമർസാൻ ഗോർജ് എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു സ്നോഫോളും എല്ലാം കൂടിയിട്ട് ട്രീസിൻ്റെ മുകളൊക്കെ സ്നോ ആയി ഒരു അടിപൊളി എന്താ പറയുക വ്യൂ ആണ്. എന്താ പറയുക, ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമ്മളുടെ ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കാണാനുണ്ട്. ഈ സ്നോഫോളും ഇങ്ങനത്തെ അടിപൊളി വ്യൂസും
ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും കാണുന്നതാണ് ലൈഫിൽ. എന്തായാലും ഒന്നും പറയാല്ല, അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഓക്കെ, നമ്മൾ ആ തണുപ്പിൻ്റെ ആ ഒരു തീവ്രതയൊക്കെ നമ്മൾ ഈ ഒരു വ്യൂവിൽ മറന്നു പോകും. അത്രയ്ക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ബാക്കി വിശേഷം വീഡിയോയിൽ കാണിക്കാം. അൽമർസാൻ ഗോർജിലൂടെ ഒഴുകുന്ന 2 റിവറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതിലൊന്ന് പ്രോട്നായ റിവർ ആൻഡ് ദ സെക്കൻഡ് വൺ കസാഷ്ക റിവർ. ഇതിൻ്റെ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കാരണം അവരുടെ പ്രൊനൗൺസിയേഷൻ കസാഖ് റഷ്യൻ ലാംഗ്വേജിൽ വരുമ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അവിടെ ഒഴുകുന്ന 2 റിവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒഴുകുന്ന ഈ 2 റിവർ സിറ്റിയോട് അടുക്കുമ്പോൾ ജോയിൻ ചെയ്തിട്ടാണ് ബോൾഷയ അൽമറ്റിങ്ക റിവർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഇവിടുത്തെ ചെറിയ റിവറിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഇനി ഈ ഗോർജിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ 1780 മീറ്റർ അല്ലെങ്കിൽ 1780 മീറ്റർ എബവ് സീ ലെവലാണ് ഇതിൻ്റെ ഹൈറ്റ്. ഈ അൽമാറസാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേരിൽ തന്നെ ഒരു പ്രത്യേകത തോന്നും. ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇത് കസാഖ് ലാംഗ്വേജിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഈ ഒരു പേര്. ഇതിൻ്റെ മീനിങ് അൽമ എന്ന് പറഞ്ഞാൽ ആൻ ആപ്പിൾ, അറസാൻ എന്ന് പറഞ്ഞാൽ എ വാം സ്പ്രിങ്. അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഒരു സിറ്റി ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി പ്യുവറായിട്ട് നേച്ചറിനെ നമുക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഒരു നേച്ചർ കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ അൽമറ്റിയിലെ അൽമർസാൻ ഗോർജ് എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ നമുക്കറിയാം കംപ്ലീറ്റ് സൈലൻസ് ആണ്. അതായത് ഈ അരുവിയുടെ അല്ലെങ്കിൽ ഈ ഒരു റിവറിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഈ നേച്ചറിൻ്റെ പ്യുവറായിട്ടുള്ള സൗണ്ടുകളല്ലാണ്ട് വേറെ ഒരു സൗണ്ടും നമുക്ക് ഇവിടെ വന്നാൽ കേൾക്കാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നേച്ചർ അത്രയും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ വിജയത്തിലേക്കുള്ള പാത കല്ലുമുള്ളും നിറഞ്ഞതെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. അത് ചിലപ്പോൾ സത്യമാണെന്ന് തോന്നുന്നത് ഇതുപോലെ ചില എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അൽമർസാൻ ഗോർജിലെ ടോപ്പ് അട്രാക്ഷനായ അല്ലെങ്കിൽ എല്ലാവരും ഇതിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് അൽമറസാൻ തെർമൽ സ്പ്രിങ്സ് അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്സ് അല്ലെങ്കിൽ ഹീലിംഗ് സ്പ്രിങ്സ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ വന്നാൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഹോട്ട് സ്പ്രിങ്സ് അല്ലെങ്കിൽ തെർമൽ സ്പ്രിങ്സ് എന്ന് പറയുന്ന ഈ ഒരു അതിശയിപ്പിക്കുന്ന കാര്യം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൻ്റെ രാസഘടന തന്നെയാണ്. അതായത് ഇതിൽ ഹൈഡ്രോ കാർബണേറ്റും സോഡിയം സൾഫേറ്റും ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബാരൽ വാട്ടറിനെ ഹീലിംഗ് സ്പ്രിങ്സ് എന്നുകൂടി ഇവർ വിളിക്കുന്നത്. ഒരുപാട് നടന്ന് ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഈ കാണുന്ന ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഇതിൻ്റെ ബാക്കിൽ ഒരു വലിയ ഹിസ്റ്ററി തന്നെ പറയാനുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ 1941 1945 കാലഘട്ടത്തിലുണ്ടായ പാട്രിയോട്ടിക് വാറിൽ വൂണ്ടഡ് ആയ സോൾജേഴ്സ്, അതായത് പരിക്ക് പറ്റിയ സോൾജേഴ്സിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു വാട്ടർ സ്പ്രിങ് യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു വാട്ടർ സ്കിൻ ഡിസീസിനെ എല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു റെസ്റ്റ് ഹൗസ് ആണ്. ആൽക്കവ് ഇൻ ദ വിസിനിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഈ തെർമൽ സ്പ്രിങ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിൽ തോന്നിയ ഒരു ഡൗട്ടായിരിക്കും, എന്തായിരിക്കും ഈ വാട്ടറിൻ്റെ ഒരു ടെമ്പറേച്ചർ, തണുപ്പായിരിക്കില്ലേ എന്ന്. പക്ഷേ ഈ ഒരു ബാരൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും 20 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടെമ്പറേച്ചറാണ്. ഇപ്പോഴും ഒരുപാട് പേര് വന്ന് ഈ ഒരു വാട്ടറിൻ്റെ മാജിക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഈ അതിശയിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഈ ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അത്രയും ദൂരം ഇതിൻ്റെ മുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ്, ആ ഒരു അമേസിങ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടുന്ന് ഇനി നമുക്ക് തിരിച്ച് വന്ന വഴി അത്രയും അങ്ങോട്ട് തിരിച്ചു പോകണം. ഈ അൽമർസാൻ ഗോർജിൻ്റെ കാഴ്ചകൾ എത്ര കാണിച്ചാലും മതിയാവാത്ത പോലെ തോന്നും. പക്ഷേ ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ അൽമർസാൻ ഗോർജിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽമർസാൻ ഗോർജിലെ അതിശയിപ്പിക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകൾക്ക് ശേഷം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഓഫ് അൽമറ്റി ഫസ്റ്റ് പ്രസിഡൻറ്റ് പാർക്ക് ആണ്. നമ്മളിപ്പോൾ പോകാൻ പോണത് ഫസ്റ്റ് പ്രസിഡൻറ്റ് പാർക്കിലേക്കാണ്. ഇവിടെയുള്ള ഓരോ പ്ലേസിനും ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. എല്ലാത്തിൻ്റെ ഹിസ്റ്ററിയും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഏതാണ്ട് ഒരു ഉച്ച സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സൂര്യവെളിച്ചമൊക്കെ എത്തിത്തുടങ്ങി. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മഞ്ഞെല്ലാം ഉരുകി വരുന്ന ഒരവസ്ഥയാണ്. അത് കുറച്ച് ഒരു ഭീഷണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. തെന്നി വീഴുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ടൈലായിരുന്നു. ടൈലും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഐസും കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിരുന്നു ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്റ്റെപ്പും കഷ്ടപ്പെട്ട് ഇറങ്ങണതിൻ്റെ സമയത്താണ് ഈ രണ്ട് യുവാക്കൾ ഈ സൈക്കിളും വെച്ചിട്ടുള്ള അഭ്യാസ പ്രകടനം കണ്ടത്. പക്ഷേ ഈ ഒരു അഭ്യാസം ചെന്ന് അവസാനിച്ചത് നല്ലൊരു വീഴ്ചയിലായിരുന്നു. കണ്ടു നിന്ന് ഞങ്ങൾ പോലും പേടിച്ചുപോയി. എന്താ ഇപ്പോൾ ഉണ്ടായെന്നുള്ളൊരു സംശയത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്തായാലും അധികം പരിക്കൊന്നുമില്ലാണ്ട് ആ ഒരു സീൻ അവിടെ അവസാനിച്ചു. ഈ ഒരു ഫസ്റ്റ് പ്രസിഡന്റ് പാർക്കിനെ കുറിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അതിശയിപ്പിക്കുന്ന ഭംഗിയും അതുകൂടാതെ ഒരു ഹ്യൂജ് സ്പേസിലുമാണ് അവർ ഈ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അൽമറ്റിയുടെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുമാത്രമല്ല, കാണാനും നല്ല ഭംഗിയുള്ളൊരു ആർക്കിടെക്ചർ വർക്ക് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് പ്രസിഡന്റ് പാർക്കിൻ്റേത്. ഇനി നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ പാർക്ക് ഓപ്പൺ ചെയ്തത് ജൂലൈ 2010 ഈ ഒരു പാർക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ, കസാഖിസ്ഥാനിലെ ഫസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്. അതായത് നൂർ സുൽത്താൻ നസർബയേവ് എന്നുള്ള പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് ഈ ഒരു ഫസ്റ്റ് പ്രസിഡന്റ് പാർക്ക് അറിയപ്പെടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാർക്കിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. ഇതിൻ്റെ ഏരിയ വരുന്നത് 180 acres, അതായത് 180 ഏക്കറാണ് ഈ ഒരു പാർക്ക് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അൽമറ്റിയിലെ നവോയ് സ്ട്രീറ്റിൻ്റെയും പിന്നെ അൽ ഫറാബി അവന്യൂടെ ഒരു ഇൻ്റർസെക്ഷൻ എന്ന് തന്നെ ഇതിൻ്റെ ലൊക്കേഷന് പറയാം. ഈ ഒരു പാർക്കിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, മുന്നേ ഈ പാർക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം ആപ്പിൾ തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1990കളിൽ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ സ്റ്റേറ്റ് ഓണർഷിപ്പിൽ നിന്നും മാറി പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് അവരുടെ കൈകളിലെത്തി. അതിനുശേഷം അവരവിടെ എല്ലാം ഒരുപാട് കൺസ്ട്രക്ഷൻസെല്ലാം ആരംഭിച്ചു. പക്ഷേ ഇൻ ദി ഇയർ ഓഫ് 2000 ഇവരുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയും പിന്നീട് അവർക്ക് അവിടെ ഒരു കൺസ്ട്രക്ഷനും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതാവുകയും ചെയ്തു. അങ്ങനെയാണ് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ഒരു ന്യൂ അൽമറ്റ് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി ഇവർ ഡിസൈഡ് ചെയ്തത്. ഇനീഷ്യലി ഈ പാർക്കിൻ്റെ പേര് 21st സെഞ്ച്വറി പാർക്ക് എന്നായിരുന്നു. ഈ പാർക്കിൻ്റെ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2001 ഒരുപാട് ഗ്രീനറി എല്ലാം അവരവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഒരുപാട് വർക്കുകൾ എല്ലാം അവരവിടെ ചെയ്തു ഈ പാർക്കിൽ. അങ്ങനെയാണ് 2010 ഇത് ഓപ്പൺ ചെയ്തത്. അവിടുത്തെ മോണുമെൻറ്റ്, നമുക്ക് അവിടെ ഒരു മോണുമെൻറ്റ് കാണാൻ സാധിക്കും. അതായത് ഒരു ഈഗിളിൻ്റെ മോണുമെൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഗോൾഡൻ ഈഗിൾ ബ്രോൺസിലും ഗ്രാനൈറ്റിലും മാർബിളിലൊക്കെ നിർമ്മിച്ച ഒരു ഗോൾഡൻ ഈഗിളിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അതിൻ്റെ സെൻറ്ററിൽ, ആ മോണുമെൻറ്റിൻ്റെ സെൻറ്ററിൽ നമുക്ക് നസർബയേവ് എന്ന പ്രസിഡൻറ്റിൻ്റെ ഫിഗർ കാണാൻ സാധിക്കും. ഗോൾഡൻ ഈഗിളിൻ്റെ 2 വിങ്സ് സിംബിളൈസ് ചെയ്യുന്നത് സിറ്റി ഓഫ് അൽമറ്റി ആൻഡ് നൂർ സുൽത്താനാണ്. ഇതുകൂടാതെ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ ഒരു കാണുന്ന ഫൗണ്ടെയിൻ കാണാൻ സാധിക്കും. ഇതാണ് ആ ഫൗണ്ടെയിൻ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 മീറ്റേഴ്സാണ്. 30 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിനുശേഷം 2013 2014 ഒരുപാട് റിപ്പയർസും ഒരുപാട് വർക്കുകളെല്ലാം ഇവിടെ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫസ്റ്റ് പ്രസിഡന്റ് പാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, അതിമനോഹരമായിട്ടുള്ള ഈവനിങ് ടൈമിലും എല്ലാം വന്ന് ഫാമിലി ആയിട്ടും എല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. കാണാനും എല്ലാം കൊണ്ടും തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും എല്ലാം കൊണ്ടും തന്നെ ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് ഈ ഫസ്റ്റ് പ്രസിഡന്റ് പാർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സ്നോഫോൾ എഫക്റ്റും പിന്നെ അതുകൂടാതെ ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും തന്നെ നല്ല തണുപ്പാണ്. -ഡിഗ്രിയാണ്, -14, 15 ഇതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തണുത്ത് വിറച്ചിട്ടാട്ടോ നടക്കുന്നത്. ഈ ഒരു കോൾഡ് വിൻ്റർ സീസണിലുള്ള ആ ഒരു പാർക്കിൻ്റെ ആ ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് മഞ്ഞ് മൂടിയിട്ടും ആ ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ മറ്റ് സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഒരു പാർക്ക് തന്നെയാണ് നമ്മൾ അന്ന് കാണുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് നമ്മളുടെ ജൂലിയൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ സീസണും അതിൻ്റേതായ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
കസാക്കിസ്ഥാനിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ആപ്പിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാദർ ലാൻഡ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് കസാക്കിസ്ഥാനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തണുപ്പ് കാരണം നമ്മുടെ കാലൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്തൊരവസ്ഥയായി ആ ഒരു തണുപ്പിൻ്റെ ഒരു കാഠിന്യം കാരണം. പക്ഷെ നമുക്ക് നമ്മളുടെ ആ ഒരു ടൈം ഒന്നും വേസ്റ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൽമറ്റിയിലെ ഗ്രീൻ ബസാർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1875 ഈ ഒരു ഗ്രീൻ ബസാർ ഇനാഗുറേറ്റ് ചെയ്തത്. ഈ ഗ്രീൻ ബസാർ എന്ന് പറയുന്നത് അൽമറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും പ്രിപ്പയർഡ് ഫുഡ് ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ഗ്രീൻ ബസാറിൽ അവൈലബിൾ ആണ്. ഇവിടെ ശരിക്കും വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, അതുകൊണ്ടാണ് ചെറിയ ക്ലിപ്സ് മാത്രം ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രീൻ ബസാറിൽ കുറച്ച് നേരം ചുറ്റി നടന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ആപ്പിളൊക്കെ മേടിച്ചു. പറയാതിരിക്കാൻ പറ്റില്ല, കസാക്കിസ്ഥാനിലെ ആപ്പിളിന് അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ റാഹത്ത് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് റാഹത്ത് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ അവരുടെ നിർമ്മിച്ച ചോക്ലേറ്റ്സ് എല്ലാം, അവരുടെ കസാക്കിസ്ഥാൻ മെയ്ഡ് ചോക്ലേറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഏത് വെറൈറ്റി ചോക്ലേറ്റ് വേണമെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുമാത്രമല്ല റീസണബിൾ പ്രൈസാണ് ഇവിടെ എല്ലാ ചോക്ലേറ്റിനുള്ളത്. ഈ ചോക്ലേറ്റൊക്കെ ഇരിക്കുന്നത് കാണാനും നല്ല ഭംഗി കിട്ടും, നല്ല കളർഫുള്ളായിട്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെയും കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയത് ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാൻഫിലോവ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റിൻ്റെ അറ്റം എത്തുന്നത് ഒപ്പേറ ഹൗസിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് നടന്ന് കാണേണ്ട ഒരു ആഗ്രഹം കാരണം ജൂലിയൻ നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ട്രീറ്റിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടിപ്പിക്കൽ സ്ട്രീറ്റ് വ്യൂ തന്നെയാണ് നമുക്ക് ഇത് കൂടെ നടക്കുമ്പോൾ കാണാൻ സാധിക്കുക. അത് മാത്രമല്ല ഉള്ളിലേക്ക് മാറി ഒരുപാട് പേര് പെയിൻറ്റിങ്സും അങ്ങനെ വഴിയോര കച്ചവടങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും അവർ ശരിക്കും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല അവർ നമ്മൾക്കത് മേടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ കസാക്ക് ഭാഷ ഒന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് അവർക്ക് താരതമ്യേന കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. റഷ്യൻ അല്ലെങ്കിൽ കസാക്കാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത്. വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മളവിടെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടുത്തെ ഒപ്പേറ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അർമേനിയയിൽ പോയപ്പോൾ ഒപ്പേറ ഹൗസിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റി. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കിതാ ഇത്രേ കാണിക്കാനുള്ളൂ ഇവിടുത്തെ ഒപ്പേറ ഹൗസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒപ്പേറ ഹൗസ് എന്താണ് ഇവിടുത്തെ ഒപ്പേറ ഹൗസ് എന്നുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നടന്നു വന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴേക്കും നമ്മുടെ ജൂലിയൻ വന്ന് നമ്മളെ പിക്ക് ചെയ്തു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന മോളായ മെഗാ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലേക്കാണ്. ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് ജൂലിയന് കുറച്ച് ട്രീറ്റൊക്കെ കൊടുത്തു, ഫുഡൊക്കെ കഴിച്ചു, ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിത്തെ ഒരു ടൈമിലത്തെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ ഒരു ഡ്രൈവ് ടൈമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോണിൽ ഒട്ടും തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, സ്പൈസ് മന്ത്ര എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് അവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു നടക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് മാറാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തണുപ്പിന് നല്ലൊരു കുറവുമില്ല, നല്ല തണുപ്പാണ്. ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാണ്ട് നടന്ന അവസരം നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ ഒരു ചെറിയൊരു പാർക്കിലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ യാൻഡെക്സ് ബുക്ക് ചെയ്തു. ഒരു 10 മിനിറ്റുള്ള യാൻഡെക്സ് വരും കേട്ടോ. നമ്മൾ എവിടെ നിന്ന് ബുക്ക് ചെയ്താലും ഒരു 10 മിനിറ്റുള്ള അടുത്തുള്ള യാൻഡെക്സ് വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തണുത്ത വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഞാൻ ഇവിടുത്തെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്, താങ്ക്സ് ഫോർ വാച്ചിങ്.